എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ലിംഗപ്രവേശനം നടത്താതെ സ്ത്രീ ഗർഭിണിയാകുമോ എന്നൊരു സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത്. ഇത് ചോദിച്ചത് മറ്റാരുമല്ല, 2-3 സ്ത്രീകളുടെ ഒരു സംശയമാണ്. ലിംഗപ്രവേശനം നടത്താതെ ഗർഭിണിയാകുമോ, അല്ലെങ്കിൽ ലിംഗപ്രവേശനം അഥവാ ശുക്ലം വരുന്നതിന് മുൻപ് ഉണ്ടാകുന്ന ഒരു തരം ദ്രാവകം അത് ഉള്ളിലെത്തിയാൽ ഗർഭം ധരിക്കുമോ എന്നൊക്കെ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ശുക്ലവിസർജനത്തിന് മുൻപായി ഒരു പുരുഷൻ ഉത്തേജിതാവസ്ഥയിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു തരം സ്ട്രിക്കി ആയിട്ടുള്ള ഒരു ദ്രവമാണ് ആദ്യം സംഭവിക്കുന്നത്. അതിനുശേഷമാണ് ശുക്ല വിസർജനം സ്ഖലനത്തോടൊപ്പം സംഭവിക്കുന്നത്. എന്നാൽ ഈ ദ്രവത്തിലും 1000 ബില്യൺ ബീജങ്ങൾ ഉണ്ടെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. സാധാരണ രീതിയിൽ ഒരു പുരുഷന്റെ ഒരു തവണയുള്ള ശുക്ലസ്ഖലനത്തിൽ 300 കോടി ബീജങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നത് തന്നെയാണ് വിദഗ്ധർ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് വെറും 1000 ബീജങ്ങൾ ഇത്തരത്തിലുള്ള ദ്രവത്തിൽ അടങ്ങിയിട്ടുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ഗർഭധാരണത്തെ ഇത് തള്ളിക്കളയാനാവില്ല. അതുകൊണ്ട് അത് സൂക്ഷിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് അണ്ടവിസർജന സമയങ്ങളിൽ അഥവാ സ്ത്രീകളുടെ ഓവുലേഷൻ സമയത്താണ് നിങ്ങൾ ബന്ധപ്പെടുന്നതെങ്കിൽ ഇതിനുള്ള ചാൻസ് കൂടുതലാവാനാണ് സാധ്യത. എന്ന് കരുതി നിങ്ങളിത് എനിമിയായി കൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല. ഇത് ശരീരം തന്നെ നാച്ചുറലായി സംഭവിപ്പിക്കുന്ന ഒരു രീതിയാണ് പുരുഷന്മാരിൽ. അഥവാ ലൈംഗികമായി ഉണർന്നു എന്നതിൻ്റെ തെളിവാണ് ആദ്യമായി സ്രവിക്കുന്ന ഈ ദ്രവം. ഇത് യോനിയിൽ ഒരുപാട് തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഈ ദ്രവം യോനിയിൽ കടക്കുമ്പോൾ യോനിയിലെ ആസിഡിനെ നിയന്ത്രിക്കുകയും ബീജങ്ങൾക്ക് മൂവ് ചെയ്യാനുള്ള ഒരു വഴി ഒരുക്കി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അതാണ് ഇതിൻ്റെ പ്രവൃത്തി. അതുകൊണ്ട് ഇതില്ലാതെ ഇത് ഇനി ഉണ്ടാകരുത് എന്നൊന്നും പ്രതീക്ഷിക്കരുത്. ഇത് നാച്ചുറലായി സംഭവിപ്പിക്കുന്ന ഒരു രീതിയാണ്. അടുത്തതായി ശ്രദ്ധിക്കേണ്ടത് ലൈംഗിക രോഗങ്ങൾ ഈ ദ്രാവകത്തിലൂടെയും പകരുമോ എന്നാണ്. അതെ, തീർച്ചയായും ലൈംഗിക രോഗങ്ങൾ പടരുവാനും ഈ ദ്രാവകം മാത്രം മതി. ഈ ദ്രാവകത്തിലൂടെയും സിമ്പിളായി നിങ്ങൾക്ക് ലൈംഗിക രോഗങ്ങൾ പടരാം. അതുകൊണ്ട് നിങ്ങൾ ഉറ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തുടക്കത്തിലേ ഉറ ഉപയോഗിക്കുവാൻ ശ്രമിക്കുക. അല്ലാതെ ശുക്ലവിസർജനം നടക്കാനുള്ള സമയത്ത് മാത്രം ഉറ ഉപയോഗിക്കരുത്. ഇത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഫെയിലായിരിക്കും സംഭവിക്കുന്നത്. അതുപോലെ തന്നെ ശുക്ലവിസർജനം പുറത്തേക്ക് അഥവാ യോനിയുടെ പുറത്തു പോയാൽ ചിലപ്പോൾ ഗർഭം ധരിക്കുമോ എന്ന് കൂടിയും സംശയമുണ്ട്. അതെ, ശുക്ലവിസർജനം നിങ്ങളുടെ യോനിയുടെ പുറത്ത് സംഭവിക്കുകയാണെങ്കിലും അതിൽ വിരൽ അമർത്തുകയോ അല്ലെങ്കിൽ വിരലിലാവുകയോ ചെയ്യുകയും അത് നിങ്ങളുടെ യോനിക്കുള്ളിലേക്ക് ആ വിരൽ കടത്തുകയും ചെയ്യുമ്പോഴും അവിടെയും 100% ചാൻസ് ഉണ്ട് ഗർഭധാരണത്തിനെന്നാണ് പറയപ്പെടുന്നത്. കാരണം ബീജങ്ങൾ എവിടെയെങ്കിലും പറ്റിപ്പൊടിച്ച് വിരലിൽ നിന്ന് നിങ്ങളുടെ യോനിക്കകത്താകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം പ്രത്യേകം ശ്രദ്ധിച്ച് വേണം ചെയ്യുവാൻ. അപ്പോൾ അതുപോലെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.